ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല പണിയാട്ടോ. അപ്പം മുറ്റത്തിൻ്റെ അരുമ്പാട്ടുകൂടൊക്കെ നിറച്ച് പുല്ല് വന്നിരുന്നു. അവിടെ ഞാൻ കൂർക്ക കുഴിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പുല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇത് മോന് കറിവേപ്പില നട്ടതേനു കേട്ടോ. അപ്പം അത് ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെ മുറ്റടിക്കാൻ നിന്നു. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി കേട്ടോ. അടുക്കളയിൽ കയറി എന്നിട്ട് പയറുപ്പേര് തീ വെച്ചു. അത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി പൊട്ടറ്റോ പൊരിക്കുക കേട്ടോ. വേഗം ഞാൻ മീനും കൂടെ പൊരിച്ചു കേട്ടോ. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. എണ്ണ പാർന്നു അതിലോട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. അതൊന്നടായി വന്നപ്പോഴത്തേന് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. അതിലോട്ട് ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തു, വെളുത്തുള്ളിയും. എന്നിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് കോരി മാറ്റുക. അതിൻ്റെ തണുപ്പൊന്ന് വിട്ടതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിൽ അരക്കാൻ വേണ്ടി അതിലോട്ട് ഇട്ടു. ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ലേശം പുളിയാട്ടോ, അതും കൂട്ടി അരച്ചെടുത്തു. അത് ഞാനൊരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ടോട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തു. പിന്നെ ഞാൻ വേഗം ദോശ ഇട്ടെടുത്തു കേട്ടോ. ദോശയിലോട്ടും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു ചമ്മന്തി ആട്ടോ അത്. പിന്നെ മോക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഡോണറ്റ് ആട്ടോ കൊടുത്ത് വിടുന്നത്. സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് ഡോണറ്റാണ്. മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസുമൊക്കെ നോക്കുമ്പോൾ ചെറിയ പൊടിയൊക്കെ പാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുക കേട്ടോ. അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊക്കെ തോത്തി വൃത്തിയാക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൻ്റെ ഇവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തോത്തി വൃത്തിയാക്കലുണ്ട്. വലിയ ചളിയും പൊടിയൊന്നും ആയിട്ടില്ല. അങ്ങനെ വീടൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിലത്തെ പെണ്ണ് പറഞ്ഞ് എന്നോട് അംഗനവാടിയിൽ ഒറ്റൊന്ന് പോവാൻ നമുക്കെന്ന് പറഞ്ഞിട്ട്. അയൽവാസിയാണ്. അതുപോലെ ഇവിടെ പുതിയതായിട്ട് ക്വാർട്ടേഴ്സിൽ താമസം ഇല്ലോലാണ്. അപ്പോൾ അവർക്ക് അംഗനവാടി അറിയില്ല പറഞ്ഞപ്പോൾ ഞാനും അവരെ കൂടെ പോയതാട്ടോ കുട്ടിക്ക് പൊടി വാങ്ങാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ.